ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുക്കറിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. അത് ഞാനൊരു മീഡിയം സൈസിലുള്ള 2 തന്നെ എടുത്തിട്ടുള്ളത്. നല്ലപോലെ തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്ന വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകിയെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു മസാലയും ബീഫും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഈ ഒരു ബീഫ് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 5-6 വിസിലടിക്കുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു ബീഫ് 7 വിസിലടുപ്പിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വിസിലൊക്കെ അടിച്ചതിന് ശേഷം തുറന്നിട്ടിട്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.